ജൂലൈ 12-ാം തീയതി അമേരിക്കയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും ഇൻഫ്ലേഷൻ ഡേറ്റയും വരാനിരിക്കെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.28%, S&P 0.10%, ഡോ ജോൺസ് 0.11%മാണ് ഉയർന്നത്. ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റിൽ പ്രകടമായിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 60 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2866 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ഇൻഡെക്സ് 24,350 താഴെ 24,320 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഇടിഞ്ഞ് $85.79 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടോറൻറ്റ് പവർ. 50 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് തമിഴ്നാട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ARS ടീക്സും ടോറൻറ്റ് പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടോറൻറ്റ് ഊർജയുമായി ചേർന്ന് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന FMCG കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവന്നു. കമ്പനിയുടെ ഹോം കെയർ ആൻഡ് പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിൽ ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്തും സിംഗിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്തുമാണ് കമ്പനി അച്ചീവ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഫിൻസർവിൻ്റെ ഉടമസ്ഥതയിലുള്ള ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ന്യൂ ബിസിനസ് പ്രീമിയം 1082 കോടിയിലേക്ക് ഉയർന്നു. കണ്ടെയ്നർ കോർപ്പറേഷൻ്റെയും ക്വാർട്ടർ 1 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ത്രൂപുട്ട് കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 6% വർദ്ധിച്ച് 11.59 ലക്ഷം 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. എക്സ്പോർട്ട് ഇയർ ഓൺ ഇയറിൽ 3.39% വർദ്ധിച്ച് 2.89 ലക്ഷം 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റായി ഉയരുകയും ഡൊമസ്റ്റിക് കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 15% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 8.69 ലക്ഷം 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റായി ഉയരുകയും ചെയ്തു. ഡിക്സൺ ടെക്നോളജിയും ആദിത്യ ഇൻഫോടെക്കും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിൽ നിന്നും ഡിക്സൺ ടെക്നോളജി പൂർണ്ണമായും എക്സിറ്റ് ആവുകയും ആദിത്യ ഇൻഫോടെക്കിൻ്റെ 6% സ്റ്റേക്കുകളെ ഡൈവെസ്റ്റ്മെൻറ്റ് പർപ്പസ് വഴി അക്വയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിയുടെ QIP ആരംഭിക്കുകയാണ്. 689 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള QIP ആണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. HFCL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. HFCL UK-യിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HG ഇൻഫ്ര എന്ന കമ്പനി അൾട്രാ വൈബ്രൻറ്റ് സോളാർ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് സോളാർ പവർ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. ഫണ്ട് റൈസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ്. സെഞ്ചുറി ടെക്സ്റ്റൈൽസിൻ്റെ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് ജൂലൈ 16-ാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. PT എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 360 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ QIP കൊണ്ടുവരികയാണ്. 1084 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി QIP കൊണ്ടുവരുന്നത്. ഊർജ ഗ്ലോബൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഊർജ ഗ്ലോബലിൻ്റെ ഓഫീസുകളിൽ GST അതോറിറ്റീസ് സെർച്ച് നടത്തുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് കമ്പനി പുറത്തുവിട്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.